ഹലോ മക്കളെ, പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ്? മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. എന്താ മക്കളെ മാറ്റർ എന്ന് പറഞ്ഞാൽ? ഒരു ഡെഫിനിറ്റ് മാസ് ഉള്ള, ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ് ആവശ്യമുള്ള എല്ലാത്തിനെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ടായിരിക്കണം മക്കളെ, ശ്രദ്ധിച്ചു കേൾക്ക്. ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ടായിരിക്കണം, അതിന് നിൽക്കാൻ ഒരു സ്പേസ് ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരെയും നമ്മൾ മാറ്റർ എന്നാ വിളിക്കുക. ഇനി ആ നമ്മളെടുത്തിരിക്കുന്ന മാറ്ററിൽ ഒരു ടൈപ്പ് പാർട്ടിക്കിളുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക. എന്താ ഞാൻ പറഞ്ഞേ? നമ്മളെടുത്തിരിക്കുന്ന മാറ്ററിൽ ഒരൊറ്റ ടൈപ്പ് പാർട്ടിക്കിളുകളേ ഉള്ളൂ, ഒരൊറ്റ ടൈപ്പ് മോളിക്യൂളുകളേ ഉള്ളൂ എങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസാ. എന്നാൽ അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിളുകൾ ഉണ്ടെങ്കിലോ അത് മിക്സറാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ. പ്യുവർ സബ്സ്റ്റൻസിനെ എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എലമെന്റ് ആണ്, രണ്ട് കോമ്പൗണ്ടാ. ആരാ എലമെന്റ്? നമ്മളെടുത്തിരിക്കുന്ന പ്യുവർ സബ്സ്റ്റൻസിൽ ഒരു ടൈപ്പ് ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റംസ്. ഒരു ടൈപ്പ് ആറ്റങ്ങൾ മാത്രമുള്ള പ്യുവർ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എലമെന്റ്. നോക്കൂ, സോഡിയം ഒരു എലമെന്റാ, സിങ്ക് ഒരു എലമെന്റാ. ഒരു ടൈപ്പ് ആറ്റേ ഉള്ളൂ. ഹൈഡ്രജൻ ഒരു എലമെന്റാ. സാറേ രണ്ടെണ്ണം ഇല്ലേ അവിടെ? രണ്ട് ഹൈഡ്രജൻ ആയാലും ഒരു ടൈപ്പ് ആറ്റം അല്ലേടാ. അങ്ങനെയുള്ള ആളുകളെയൊക്കെ എലമെന്റ് എന്നാ വിളിക്കുക. ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ ഉണ്ടെങ്കിലോ അത് കോമ്പൗണ്ടുകളാണ്. വാട്ടർ മോളിക്യൂൾ ഒരു കോമ്പൗണ്ടാ, കാർബൺ ഡയോക്സൈഡ് കോമ്പൗണ്ടാ, അമോണിയ കോമ്പൗണ്ടാ. കാര്യം എന്താ? അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനി ആരെയാ നമ്മൾ മിക്സർ എന്ന് വിളിച്ചത്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂളുകൾ അടങ്ങിയിട്ടുള്ള മാറ്ററിനെയാണ് നമ്മൾ മിക്സർ എന്ന് വിളിച്ചിട്ടുള്ളത്. ആ മിക്സറിൽ എല്ലായിടത്തും പാർട്ടിക്കിളുകൾ യൂണിഫോം ആയിട്ടാണ് അറേഞ്ച് ചെയ്തതെങ്കിൽ, എല്ലായിടത്തും പാർട്ടിക്കിളുകളുടെ അറേഞ്ച്മെന്റ്സ് യൂണിഫോം ആണെങ്കിൽ അവരെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സർ എന്ന് വിളിക്കുക. എന്നാൽ പാർട്ടിക്കിൾ എല്ലായിടത്തും ഒരേപോലെ അല്ല, യൂണിഫോം ആയിട്ടല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെ ഹെറ്ററോജീനിയസ് മിക്സർ എന്നാ വിളിക്കുക. മക്കളെ, എയർ ഹോമോജീനിയസിന്റെ എക്സാമ്പിൾ ആണ്. ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ ഹോമോജീനിയസിന്റെ എക്സാമ്പിൾ ആണ്. അലോയ്സ് ഹോമോജീനിയസിന്റെ എക്സാമ്പിളാ. മക്കളെ, മഡി വാട്ടർ ഇല്ലേ, ചളിവെള്ളം എന്നൊക്കെ പറയുന്ന സാധനം, അതൊരു ഹെറ്ററോജീനിയസാ. എല്ലായിടത്തും പാർട്ടിക്കിൾ ഒരേപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. സാൻഡില്ലേ, മണല്, ഹെറ്ററോജീനിയസാ. സാൾട്ടും ഷുഗറും മിക്സ് ചെയ്യുക, ഹെറ്ററോജീനിയസാ. അപ്പൊ മക്കള്, ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് കൃത്യമായ ധാരണ വേണം. ഒരൊറ്റ ടൈപ്പ് പാർട്ടിക്കിൾ ആണോ പ്യുവർ സബ്സ്റ്റൻസ്? ഒരൊറ്റ ടൈപ്പ് ആറ്റം ആണോ എലമെന്റ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റം ഉണ്ടോ കോമ്പൗണ്ട്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ടോ മിക്സർ? അത് യൂണിഫോം ആയിട്ടാണോ അറേഞ്ച് ചെയ്തത് ഹോമോജീനിയസ്? നോൺ യൂണിഫോം ആയിട്ടാണോ അറേഞ്ച് ചെയ്തത് ഹെറ്ററോജീനിയസ്? റെഡി ആണല്ലോ പറഞ്ഞേ? യെസ്. അത് പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സിൽവർ ഒരു എലമെന്റ് ആന്ന് പറയാം, മഡി വാട്ടർ ഒരു ഹെറ്ററോജീനിയസ് മിക്സർ ആന്ന് പറയാം, എയർ ഒരു ഹോമോജീനിയസ് മിക്സർ ആന്ന് പറയാം, വാട്ടർ ഒരു കോമ്പൗണ്ട് ആണ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട മറ്റൊരു ഏരിയയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നിങ്ങൾക്കൊരു വാല്യൂ ഇതേപോലെ തരും, അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് എന്ന് പറയാൻ മക്കളെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു തരാം. 429 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാ ഉള്ളത്. എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റ് ആണ്. ഓർത്തു വെക്കണം, എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റാ. അത് റൂൾ എഴുതാനല്ല ചോദിക്കുക, വാല്യൂ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് എന്ന് എഴുതാനാ ചോദിക്കുക. ഇനി നോക്കൂ നിങ്ങൾ, ഈ 0.0076 ഇതിലാകെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. എന്താണെന്നറിയോ? ആദ്യത്തെ നോൺ സീറോ ഇവിടെ 7 ആണ്. ആദ്യത്തെ നോൺ സീറോന്റെ മുന്നേ എത്ര സീറോസ് വന്നാലും അവരൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇനി നോക്കൂ,
30509. സംശയിക്കേണ്ട, 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇവിടെ 2 സീറോ ഇല്ലേ, ആ സീറോ സിഗ്നിഫിക്കൻ്റാ. കാരണം എന്താ അറിയോ, അവർ നോൺ സീറോന്റെ ഇടയിലാണ്. നോൺ സീറോന്റെ ഇടയിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി നോക്കടാ, ഇതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. സാറേ ലാസ്റ്റ് വന്ന സീറോ സിഗ്നിഫിക്കൻ്റ് അല്ലേ? അല്ല, അവസാനം വരുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് ആവണമെങ്കിൽ അത് ഡെസിമൽ പോയിന്റിന് ശേഷമാവണം. ഇവിടെ നിങ്ങൾ ഡെസിമൽ കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എൻഡിൽ വന്ന സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്ക്. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ട്, അവോഗാഡ്രോ നമ്പർ ആണ്. ഒന്ന് മെമ്മറൈസ് ചെയ്തേ, 6.022 × 10⁻23 എന്ന് പറയുന്നത് അവോഗാഡ്രോ നമ്പർ. നമുക്കറിയുന്നതാ. നിങ്ങൾ ഇങ്ങനെയുള്ള വാല്യൂസ് തരുമ്പോൾ 10⁻2 എന്ന് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറയാൻ കൺസിഡർ ചെയ്യേണ്ടതില്ല എന്ന കാര്യം ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഇവിടെ മക്കളെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. മക്കളെ ഇവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആ ഉള്ളത്. ഓർമ്മയിൽ ഉണ്ടാവണം, ശ്രദ്ധിക്കണം, പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്ലിയർ ആണല്ലോടാ? ഓക്കെ ആണല്ലോടാ? യെസ്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തന്ന്, ഒരു വാല്യൂ തന്ന് അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലിയർ ആണല്ലോടാ? ഇനി ഈ ചാപ്റ്ററിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ഉണ്ട്. ഏതാത്? അത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ 5 ലോ ഉണ്ട്. അതിൽ 3 ലോസ് ആണ് എക്സാമിന് എപ്പോഴും ചോദിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് 3 കാര്യങ്ങളാ. നമുക്കത് പഠിക്കാം. നോക്കൂ നിങ്ങൾ, ആദ്യത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. പറഞ്ഞേ മക്കളെ, ആദ്യത്തത് ഏതാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആദ്യം തന്നെ പഠിച്ചു വെക്ക്, ഇത് പ്രപ്പോസ് ചെയ്തത് ആന്റോയിൻ ലാവോസിയർ ആണ്. മക്കളെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ട, അത് ലാവോസിയറാ. പഠിച്ചു വെക്ക്. എന്താ ലാവോസിയർ പറഞ്ഞതെന്ന് അറിയോ മക്കളെ? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. എഴുതി വെച്ചോ, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മാറ്റർ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ളൊരു മാറ്ററിനെ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല എന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാ സാറേ പ്രൂവ് ചെയ്യുക? നിങ്ങൾക്ക് ഏതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനും എഴുതാം. ഏതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനും എഴുതാം. നോക്കൂ നിങ്ങൾ, C+O2 gives CO2. C+O2 gives CO2. ഏതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനും നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഇവരുടെ ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. കാർബൺ 12 ഗ്രാം അല്ലേ മക്കളെ? O2 32 ഗ്രാം അല്ലേ മക്കളെ? ഇത് ആഡ് ചെയ്താൽ നമുക്ക് 44 ഗ്രാം ആണ് കിട്ടുക. റിയാക്റ്റന്റിന്റെ ടോട്ടൽ മാസ് 44 അതേ മാസ് അല്ലേ പ്രോഡക്റ്റിനുമുള്ളത്? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാ. റിയാക്റ്റന്റിന്റെ ടോട്ടൽ മാസ് പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ മാസ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, ഡെസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുമില്ല, ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുമില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിച്ചിരിക്കണം. ലാവോസിയറിനെ ഓർത്തു വെക്കണം. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് ഓർത്തു വെക്കണം. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതി റിയാക്റ്റന്റിന്റെ അതേ മാസാണ് പ്രോഡക്റ്റിന് എന്ന് കാണിച്ചു കൊടുക്കാനും മക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഓക്കെ ആണോ പറഞ്ഞേ? യെസ്. അടുത്ത ലോയിലേക്ക് പോവാം. അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷനാ. ആരാ മക്കളെ ഇത് പ്രപ്പോസ് ചെയ്തത്? അത് ജോസഫ് പ്രോസ്റ്റ് ആണ്. ആരാണ്? നോട്ട് ചെയ്യുക, ജോസഫ് പ്രോസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. മക്കൾ പറ, എന്താണ് ജോസഫ് പ്രോസ്റ്റ് പറയുന്നത്? ജോസഫ് പ്രോസ്റ്റ് പറയുന്നത് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. എങ്ങനെയാ പറയുന്നത്? എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. ഇത് ബൈ ഹാർട്ട് ചെയ്യൽ നിർബന്ധ. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ?
ഒരു ഗിവൺ കോമ്പൗണ്ട് നമ്മൾ എടുത്താൽ എവിടെ നിന്ന് കിട്ടിയ കോമ്പൗണ്ട് ആണെങ്കിലും ശരി, ഏത് സോഴ്സിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കോമ്പൗണ്ട് ആണെങ്കിലും ശരി, ഒരു ഗിവൺ കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള എലമെന്റുകളുടെ വെയിറ്റിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റാ, എപ്പോഴും സെയിം ആയിരിക്കും. നോക്കൂ, നിങ്ങൾ എവിടെ പോയി മക്കളെ വെള്ളം കൊണ്ടുവന്നാലും അതിൽ ഒരു മോളിക്കൂളിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലേ ഉണ്ടാവുക. ഇവരുടെ മാസിന്റെ റേഷ്യോ 2:16 എന്നല്ലേ വരിക. സിംപ്ലിഫൈ ചെയ്താൽ 1:8 എന്നാ വരിക. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ പോയി കൊണ്ടുവന്നാലും ഒരു കാർബണും 2 ഓക്സിജനും അല്ലേ ഉണ്ടാവുക. ഇവരുടെ മാസ് 12:32 എന്നാണ് വരിക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3:8 എന്നാണ് നമുക്ക് കിട്ടുക. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമ്പിളും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മക്കളെ നമ്മൾ സേഫ് ആണ്. റെഡിയാണോടാ? യെസ്. ഇനി മൂന്നാമത്തത്, അത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാ. ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. സാറേ, ആരാ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രപ്പോസ് ചെയ്തത്? അത് ജോൺ ഡാൾട്ടൺ ആണ്. മറക്കണ്ട, ഡാൾട്ടന്റെ കോൺട്രിബ്യൂഷൻ ആണത്. ഡാൾട്ടൺ എന്താ പറയുന്നത് എന്നറിയോ? ഞാൻ കാണിച്ചു തരാം മക്കളെ. നോക്കൂ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ശ്രദ്ധിച്ചു നോക്കിക്കോ. ഹൈഡ്രജൻ, അതേപോലെ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ്, അതേപോലെ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ്. ഇവര് രണ്ടുപേരും കമ്പൈൻ ചെയ്യാണ്. അതായത് 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുക. അത് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ അവിടെ വാട്ടർ പോസിബിൾ ആണ്. അതേപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് പോസിബിൾ ആണ്. 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഹൈഡ്രജന്റെ മാസ് ഫിക്സ്ഡാ. 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ അതിൽ ഒരു എലമെന്റിന്റെ മാസ് ഫിക്സ്ഡാ. എന്താ ഡാൾട്ടൺ പറയുന്നതെന്നറിയോ? ആ ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്ത എലമെന്റിന്റെ മാസുകൾ തമ്മിൽ സ്മോൾ വോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. എടാ, ഫിക്സ്ഡ് മാസ് ഉള്ള ഹൈഡ്രജനുമായിട്ട് ആരാ കമ്പൈൻ ചെയ്തേ? ഓക്സിജൻ. അവരുടെ മാസുകൾ തമ്മിൽ സ്മോൾ വോൾ നമ്പർ റേഷ്യോ ആണ്. ഇവിടെ 1 ഓക്സിജൻ അല്ലേ, അപ്പൊ 16. ഇവിടെ 2 ഓക്സിജൻ അല്ലേ, അപ്പൊ 32. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്താൽ 1:2 നല്ലടാ കിട്ടുക. അപ്പോൾ 2 ആളുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്ത എലമെന്റിന്റെ മാസുകൾ തമ്മിൽ സ്മോൾ വോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഒന്ന് നോക്കൂ നിങ്ങൾ, ഇഫ് 2 എലമെന്റ്സ് ക്യാൻ കമ്പൈൻസ് ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്, 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ ദ മാസ് ഓഫ് 1 എലമെന്റ് ദാറ്റ് കമ്പൈൻഡ് വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെന്റ്, ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്ത എലമെന്റിന്റെ മാസുകൾ തമ്മിൽ എന്തായിരിക്കും? നോക്കൂ, ആർ ഇൻ ദ റേഷ്യോ ഓഫ് സ്മോൾ വോൾ നമ്പർ. അതല്ലേ മക്കളെ 1:2 എന്ന് പറയണേ. 1:2 എന്ന് പറഞ്ഞാൽ സ്മോൾ വോൾ നമ്പർ അല്ലേ? ആണ്. ഇത് ഇവിടെ മാത്രമല്ല, നിങ്ങൾക്കറിയാം കാർബണും അതേപോലെ തന്നെ ഓക്സിജനും കമ്പൈൻ ചെയ്താൽ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുമ്പോൾ ഓക്സിജൻ ഇതേപോലെ 1:2 വരിക. മക്കളെ, നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഉണ്ടാവുമ്പോൾ ഓക്സിജൻ തമ്മിൽ ഇതേപോലെ 1:2 വരിക. ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. നോക്കൂ നിങ്ങൾ, സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. അതേപോലെ നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഉണ്ടാവുന്നത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാ നമ്മൾ പറഞ്ഞു. അതേപോലെ എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. ഏതാ ഇത്? നമ്മൾ പറഞ്ഞതല്ലേടാ, അത് ജോസഫ് പ്രോസ്റ്റിന്റെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനാ. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അറിയുന്നതാണ്. അത് ലവോസിയറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. കാർബൺ മോണോക്സൈഡും ഡയോക്സൈഡും എന്താണ്? അത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ 3 നല്ല കൃത്യമായി പഠിച്ചാൽ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അടുത്തതിലേക്ക് പോവാം മക്കളെ. മോൾ കോൺസെപ്റ്റില് ഒരു മോൾ എന്താന്ന് എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റണം. എന്താ മക്കളെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഏത് സബ്സ്റ്റൻസും എടുക്കാം. അതിലെന്ത് വേണമെന്നറിയോ? 6.022 into
10⁻23 പാർട്ടിക്കിളുകൾ വേണം. അതായത് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിളുകൾ അടങ്ങിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ എമൗണ്ട്, അതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയാ. 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിളുകൾ അടങ്ങിയിട്ടുള്ള ഏതൊരു സബ്സ്റ്റൻസിന്റെയും എമൗണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? 1 മോൾ എന്ന് വിളിക്കാം. ആ നമ്പർ ഉണ്ടല്ലോടാ, ഈ നമ്പറിനെ അവോഗാഡ്രോ നമ്പർ എന്നാ പറയുക, അല്ലെങ്കിൽ അവോഗാഡ്രോ കോൺസ്റ്റന്റ് എന്നാ പറയുക. മക്കളെ, അതിനെ നമ്മൾ NA എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ അറിയണം. ഒന്ന്, നമ്പർ ഓഫ് മോൾസ് കാണാൻ, അതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് എത്താൻ, അതിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റത്തിലേക്ക് എത്താൻ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാ. നോക്കൂ നിങ്ങൾ, നമ്പർ ഓഫ് മോൾസ് N കാണാൻ എന്താ ചെയ്യുക? 4 ഇക്വേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്, അല്ലെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്, അല്ലെങ്കിൽ ഗിവൺ നമ്പർ ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. അതെത്രയാ? 6.022 ഇൻറ്റു 10⁻23, അല്ലെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യമുണ്ട്, എന്താ അറിയോ? ആ നമ്പർ ഓഫ് മോൾസ് Nനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മക്കളെ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആ കിട്ടുക. നമ്പർ ഓഫ് മോൾസിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി നോക്കൂ മക്കളെ, നമ്പർ ഓഫ് മോളിക്യൂൾസിനെ അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് ആറ്റംസ് ആ കിട്ടുക. നോക്കൂ, H2O, ഇതിൽ എത്ര ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും, 3 ആറ്റം. മീത്തൈൻ എടുക്ക്, എത്ര ആറ്റം ഉണ്ട്? 1 കാർബണും 4 ഹൈഡ്രജനും, 5 ആറ്റം. ഈ ആറ്റങ്ങളുടെ, ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ നമ്പറിനെയാണ് നമ്മൾ അറ്റോമിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കൂ നിങ്ങൾ, ഇതിലെവിടെയാണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് എന്നാ ചോദ്യം. എല്ലാത്തിലും ഗിവൺ മാസ് 1 അല്ലേ? മോളിക്കുലാർ മാസ് 28 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഗിവൺ മാസ് 1 ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അങ്ങനെയല്ലേ മോളിക്യൂൾസ് കാണുക? 1/2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, 1/17 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ന്യൂമറേറ്റർ എല്ലാം സെയിം ആണ്, എല്ലാത്തിലും അവോഗാഡ്രോ നമ്പർ ഉണ്ട്. ഡിനോമിനേറ്ററിലല്ലേ ഡിഫറൻസ്? ഡിനോമിനേറ്റർ എവിടെ ചെറിയ നമ്പർ വരുന്നത് നോക്കിയാൽ മതിയടാ. ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ സി ആണ് എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണാനും മോളിക്യൂൾസിലേക്ക് പോവാനും ആറ്റത്തിലേക്ക് പോവാനും ഒക്കെ ഉള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ക്ലിയർ ആണല്ലോ? ഇനി മക്കളെ, ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ടോപ്പിക്കാണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എന്താ മക്കളെ എംപിരിക്കൽ ഫോർമുല, അതേപോലെ മോളിക്കുലാർ ഫോർമുല എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായ കാര്യമാണ്. അതായത് മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതൊരു എക്സാമ്പിൾ പറയാം. നോക്കിക്കോ നിങ്ങൾ, ഞാൻ ബെൻസീൻ എടുക്കുകയാണ്. ഞാൻ എന്താണ് എടുക്കുന്നത്? ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല മക്കളെ നമുക്കറിയാം, അത് C6H6 ആണ്. C6H6 ആണ് എന്ത്? നമ്മുടെ ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല. അതേസമയം എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ 2നെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ C1H1 അല്ലേ കിട്ടുക? ഇതാണ് പരിപാടി. അതായത് മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ഫോർമുലയാണ്, അല്ലെങ്കിൽ ആക്ച്വൽ ഫോർമുലയാണ്. എന്താണ് മോളിക്കുലാർ ഫോർമുല നമുക്ക് നൽകുന്നത്? ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള എലമെന്റുകളുടെ കൃത്യമായ നമ്പർ തരുന്ന ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല, വിച്ച് ഗീവ്സ് ആക്ച്വൽ നമ്പർ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ എലമെന്റുകളുടെ കൃത്യമായ നമ്പർ തരുന്ന ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല.
എന്നാൽ എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. അതെന്താ നമുക്ക് തരുന്നതെന്നറിയോ? ആ സിംപ്ലസ്റ്റ് ഫോർമുല എന്താ നൽകുന്നതെന്നറിയോ? ആ കോമ്പൗണ്ടിൽ അടങ്ങിയ ആറ്റങ്ങളുടെ അല്ലെങ്കിൽ എലമെന്റുകളുടെ കൃത്യമായ നമ്പർ അല്ല, പിന്നെന്താ, അവയുടെ സിംപ്ലസ്റ്റ് റേഷ്യോ ആണ് നൽകുന്നത്. വിച്ച് ഗിവ്സ് സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയ ഡിഫറെന്റ് എലമെന്റുകളുടെ സിംപ്ലസ്റ്റ് റേഷ്യോ. അതുകൊണ്ടാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുത്തപ്പോൾ CH എന്ന് കിട്ടിയത്. അപ്പൊ എന്താ എംപിരിക്കൽ ഫോർമുല, എന്താ മോളിക്കുലാർ ഫോർമുല, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? നോക്കിക്കോ, മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അതായത് എംപിരിക്കൽ ഫോർമുലനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് മോളിക്കുലാർ ഫോർമുല. സാറേ n എന്താ? n ഒരു നമ്പറാണ്. ആ നമ്പർ എങ്ങനെ കിട്ടുക സർ? പറയാം. ആ നമ്പർ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് മോളാർ മാസ്. എങ്ങനെയാ മക്കളെ? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് ഡിവൈഡഡ് ബൈ എന്താ? എംപിരിക്കൽ ഫോർമുല മാസ്. നോക്കൂ, മോളാർ മാസ് കാണാനുള്ള വേറൊരു ഇക്വേഷൻ ഉണ്ട്, 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. എങ്ങനെയാ മക്കളെ? മോളാർ മാസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മോളാർ മാസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മോളാർ മാസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റിയാ. 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി ആണ്. 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി ആണ് നമ്മൾ എന്ത് വിളിക്കുക? മോളാർ മാസ് എന്ന് വിളിക്കുക. ആ മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് n. ഇത് ആദ്യം നിങ്ങൾ കാണാതെ പഠിക്കണം. കാര്യം എന്താ അറിയോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല. അതേപോലെ അവിടെ റിലേഷൻഷിപ്പ് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് പഠിക്കണം. ഇനി ഇവിടുന്ന് പ്രോബ്ലം വരാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? നോക്കടാ, ഇങ്ങനെ 40% കാർബണ്, 6.66% ഹൈഡ്രജന്, 53.34% ഓക്സിജൻ. എന്നാലോ മോളിക്കുലാർ ഫോർമുല കാണാൻ ആദ്യം തന്നെ ഈ ടേബിള് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടാവണം. ഈ ടേബിള് മക്കളെ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടാവണം. എന്നിട്ട് എന്താ അറിയോ? എലമെന്റ് ആരാ? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. കാർബൺ എത്ര പെർസെൻറ്റേജാ? 40%. ഹൈഡ്രജൻ 6.66%. ഓക്സിജൻ 53.34%. ഓക്കെ, കാർബണിന്റെ അറ്റോമിക് മാസ് 12, ഇവിടെ 1, ഇവിടെ 16. പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ്, അതായത് 40 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ 3.33. ഇവിടെ 6.66 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ 6.66. ഇവിടെ 53.34 ഡിവൈഡഡ് ബൈ 16 ചെയ്താൽ 3.33. എങ്ങനെയാ മക്കളെ സിമ്പിൾ റേഷ്യോ കാണുക? ഇവിടെ 3 ആൻസർ കിട്ടിയില്ലേ? ഏതാണോ ചെറിയ ആൻസർ അതുകൊണ്ട് കോമൺ ആയിട്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്യുക. 3.33 ആണ് ചെറിയ നമ്പർ. അപ്പോൾ 3.33 കൊണ്ട് എല്ലാവരെയും കോമൺ ആയി ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 കിട്ടും. ഇവിടെ 6.66 ഡിവൈഡഡ് ബൈ 3.33 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇവിടെ 3.33 ഡിവൈഡഡ് ബൈ 3.33 ചെയ്താൽ അഗൈൻ 1 കിട്ടും. ഇത് ഓൾറെഡി വോൾ നമ്പർ റേഷ്യോ ആണ്, ഓൾറെഡി വോൾ നമ്പർ ആണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇവിടെ മക്കളെ നമുക്ക് കിട്ടിയതാണ് എംപിരിക്കൽ ഫോർമുല. കാർബൺ എത്രയുള്ളത്? 1. ഹൈഡ്രജൻ എത്രയുള്ളത്? 2. സോറി, ഇവിടെ 3 അല്ല, ഇവിടെ 1 അല്ലേ? ഈ ഒന്നിങ്ങനെ എടുത്ത് ചെയ്തല്ലേ വേണ്ടേ? അപ്പോൾ ഓക്സിജൻ എത്രയുള്ളത്? 1. അപ്പോൾ എംപിരിക്കൽ ഫോർമുല നമുക്ക് വളരെ കൃത്യമായി തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി n കാണണ്ടേ? n എങ്ങനെയാ കാണുക? n കാണാൻ നമ്മൾ ചെയ്യുന്നത് മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് 19 തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അതെങ്ങനെ കാണുക? എംപിരിക്കൽ ഫോർമുല എന്തുണ്ട്? 12 ഉണ്ട്, 2 ഹൈഡ്രജൻ 2, ഓക്സിജൻ 16, ആഡ് ചെയ്താൽ നമുക്ക് 30 ആ കിട്ടുക. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് 30. സോ 90 ഡിവൈഡ് ബൈ 30 ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പൊ 3നെ നിങ്ങൾ എംപിരിക്കൽ ഫോർമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് മോളിക്കുലാർ ഫോർമുല CH2O. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യ്, അല്ലെങ്കിൽ 3 ഇൻറ്റു CH2O ചെയ്യ്. അപ്പൊ എന്താ കിട്ടുക? C3H6O3. This is the molecular formula. അപ്പൊ മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്നതാണ്. അതറിയില്ല എന്ന് പറയരുത്, അതറിഞ്ഞേ പറ്റൂ. അപ്പൊ എന്താ എംപിരിക്കല്, എന്താ മോളിക്കുലാർ എന്നറിയണം, റിലേഷൻഷിപ്പ് അറിയണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അത് എഴുതാനുള്ള പ്രാക്ടീസ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാ. ഓക്കെ ആണോ മക്കളെ?
ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനിൽ നിങ്ങൾ അറിയേണ്ടതാണ് എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്. രണ്ട് രൂപത്തിൽ പറയാം. ഒരു കെമിക്കൽ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന റിയേജന്റ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്ന റിയേജന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയാം. ഒരു കെമിക്കൽ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്ന, റിയാക്ട് ചെയ്ത് തീർന്നു പോകുന്ന റിയേജന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നും പറയാം. രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ മക്കളെ, ഇതിൻ്റെ കൂടെ ഇവിടുന്ന് പ്രോബ്ലംസ് വരും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അത് ചെയ്യാൻ നമുക്ക് അറിയണം. നോക്കൂ, നിങ്ങൾ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് SO3 പ്രൊഡ്യൂസ്ഡ്. 500 ഗ്രാം SO2 200 ഗ്രാം O2 റിയാക്ട് ചെയ്യുമ്പോൾ എത്ര SO3 ഉണ്ടാവുന്നു എന്നാ ചോദ്യം. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. കൂടെ ആരാ ലിമിറ്റിംഗ് റിയേജന്റ് എന്നും ചോദിച്ചിട്ടുണ്ട്. മക്കളെ, സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനിൽ പ്രോബ്ലം വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി വെക്കുക എന്നുള്ളതാ. നമുക്ക് എഴുതി നോക്കാം. ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് 2 SO2 പ്ലസ് O2 gives 2 SO3. മക്കളെ ശ്രദ്ധിക്കണേ, സൾഫറിന്റെ അറ്റോമിക് മാസ് 32 32 പ്ലസ് O2 32 ആണല്ലോ. 32 പ്ലസ് 32 എത്രയാ? 64. 64 × 2 എന്ന് പറഞ്ഞാൽ 128 ഗ്രാം ആണ്. ഇത് 32 ഗ്രാം ആണ്. SO3 80 ആണ്. അപ്പൊ 2 SO3 എന്ന് പറഞ്ഞാൽ എന്താണ്? 160 ഗ്രാം. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരമുള്ള ഇവരുടെ മാസ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം 128 ഗ്രാം SO2 32 ഗ്രാം O2 ആയിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്. അപ്പൊ 160 ഗ്രാം SO3 ഉണ്ടാവുക ചെയ്യുക. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയോ? നോക്ക്, 128 ഗ്രാം SO2 റിയാക്ട് ചെയ്യാൻ 32 ഗ്രാം O2 വേണ്ടത്. എന്നാൽ ക്വസ്റ്റ്യനിൽ 128 അല്ല ഉള്ളത്, 500 ഉള്ളത്. അപ്പൊ 500 ഗ്രാം SO2 റിയാക്ട് ചെയ്യാൻ എത്ര O2 വേണമെന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക? 500നെ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 128. 500 × 32 ഡിവൈഡഡ് ബൈ എത്രയാടാ? 128. ഇത് ചെയ്തു കഴിഞ്ഞാൽ 125 ഗ്രാം SO2 എന്നാണ്, 125 ഗ്രാം O2 വേണമെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? 500 ഗ്രാം SO2 റിയാക്ട് ചെയ്യാൻ 125 ഗ്രാം O2 മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ എത്ര O2 ഉണ്ട്? 200 ഉണ്ട്. അപ്പോൾ O2 എന്ന് പറയുന്ന ആള് ആവശ്യത്തിൽ അധികം ഉണ്ട്. അപ്പൊ അയാളെ നമ്മൾ എക്സസ് റിയേജന്റ് എന്നാ വിളിക്കുക. എന്ത് റിയേജന്റാ മക്കളെ? എക്സസ് റിയേജന്റ്. എന്നാൽ 500 ഗ്രാം SO2 കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് തീർന്നു പോകുന്നുണ്ട്. അപ്പൊ SO2നെ നമുക്ക് എന്ത് വിളിക്കാം? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കാം. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി എത്ര SO3 ഉണ്ടായി എന്ന് ചോദിച്ചിട്ടില്ലേ? ഇവിടെ ഒരു പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ, SO3. അപ്പൊ പ്രൊഡക്റ്റ് കാണാൻ എളുപ്പ വഴി എന്താണെന്നറിയോ? റിയാക്ടന്റ് ആഡ് ചെയ്യുക. 500 ഗ്രാം SO2 ആരുമായിട്ടാണ്? 200 ഗ്രാം O2 ഉണ്ടെങ്കിലും 125 ഗ്രാം O2 ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ 625 ഗ്രാം SO3 അല്ലേ മക്കളെ ഉണ്ടാവുക? 625 ഗ്രാം SO3 അല്ലേ ഉണ്ടാവുക? അപ്പൊ എത്ര SO3 ഉണ്ടാവുന്നു എന്ന് നമ്മൾ കണ്ടെത്തി. ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നും കണ്ടെത്തി. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോബ്ലം ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലോടാ. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ ആണ്. അവിടെ കോൺസെൻട്രേഷൻ ടേം നമ്മൾ പഠിക്കണം. അതിൽ ആദ്യത്തത് മൊളാരിറ്റി. എന്താ മൊളാരിറ്റി? 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്. നോക്ക്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇത് കാണാൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണെന്നറിയോ? നോക്കിക്കോ, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. വായിച്ചേ, WB എന്താ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മക്കളെ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. ഇതാണ് മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ. മറക്കരുത്, മൊളാരിറ്റി എന്താണെന്ന് പഠിക്കണം, അത് കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം മക്കളെ.
ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വോളിയം കൂടും, വോളിയം കൂടുന്ന സമയത്ത് മൊളാരിറ്റി കുറയും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമാന്ന് മറക്കണ്ടേടാ. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമാ. അതായത് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം കേട്ടോ. ഇവിടെ വോളിയം മില്ലി ലിറ്ററിലാവുമ്പോഴാണ് മുകളിൽ 1000 വേണ്ടത്, ലിറ്ററിലാണെങ്കിൽ 1000 വേണ്ട. ഇക്വേഷൻ എന്നൂടെ പറഞ്ഞ് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. ഇനി മക്കളെ ഇതേ ഡെഫിനിഷൻ, പക്ഷേ 1 ലിറ്റർ സൊല്യൂഷൻ എന്നുള്ളത് 1 കിലോഗ്രാം സോൾവെന്റ് ആക്കിയാൽ മൊളാലിറ്റിയുടെ ഡെഫിനിഷനായി. പറഞ്ഞേ നിങ്ങൾ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. 1 കിലോഗ്രാം ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മൊളാലിറ്റി. മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം. ഇത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതായത് ഈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ മാറ്റിയിട്ട് ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം ആക്കിയാൽ അത് മൊളാലിറ്റിയുടെ ഇക്വേഷനായി. വേറെ പ്രശ്നമൊന്നുമില്ല, ഇത് ടെമ്പറേച്ചറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെയും ഒരു കാര്യമുണ്ട്, ഗ്രാം ആവുമ്പോഴാണ് മുകളിൽ 1000. കിലോഗ്രാം ആണെങ്കിൽ 1000ന്റെ ആവശ്യമുണ്ടോ? ഇല്ല എന്ന കാര്യം ഓർത്ത് വെക്കുക. ഇനി മക്കൾ നോക്ക്, മോൾ ഫ്രാക്ഷൻ സിമ്പിൾ ആണ്. 2 കമ്പോണന്റ് ഉണ്ട്, എ ബി. 2 കമ്പോണന്റ്. നിങ്ങൾക്ക് എന്റെ മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ കൈ എ, ഇങ്ങനെ കൈ എ എന്നാ വായിക്കുക. മോൾ ഫ്രാക്ഷന്റെ സിമ്പലാ, എക്സ് പോലെ ഇട്ട മോൾ ഫ്രാക്ഷന്റെ സിമ്പലാ. കൈ എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് ബി. അതായത് ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ ആ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ചെയ്താൽ മതി. അപ്പൊ കൈ ബി എങ്ങനെ കാണുക? ബിന്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കാണുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. വെരി സിമ്പിൾ ആണ് അല്ലേ? ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഒരു സൊല്യൂഷനിലുള്ള എല്ലാ കമ്പോണന്റുകളുടെയും മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ that will be equal to 1. That will be equal to 1. ഒരു ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ, ഇവിടെ മൊളാരിറ്റി കാണാനുള്ള ക്വസ്റ്റ്യനാ. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ അറിയില്ലേ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ മില്ലി ലിറ്റർ. 4 ഗ്രാം NaOH ഗിവൺ മാസ് 4 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ NaOHന്റെ മോളാർ മാസ് 40 ആണ് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ 250 എന്ന് തന്നിട്ടുണ്ട്. അപ്പം എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ മക്കളെ, നിങ്ങളുടെ കയ്യിൽ ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളത് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന +1 ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട, എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഓരോ കോൺസെപ്റ്റുകളിലൂടെയും നിങ്ങൾ കടന്നു പോവുക, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്തും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോടാ? സോ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.